ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ 2 ദിവസമായിട്ട് ഭയങ്കര ആഘോഷമാണല്ലേ. അപ്പോൾ ഇവിടെ പൊങ്കലാണ് 7-ാം തീയതിയും 8-ാം തീയതി ആയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വന്നത്. അപ്പം അതിനെന്തൊക്കെ നമ്മൾ കുറേ പ്രസാദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. എന്തായാലും ഞാൻ വീഡിയോ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം, ഓക്കെ, അപ്ലോഡ് ചെയ്യാം ഒക്കെ തെറ്റുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ പ്രസാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാരിയമ്മയ്ക്ക് ഒരു പ്രധാനമായിട്ടുള്ള പ്രസാദമാണ് പച്ചമാവ്. അപ്പോൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കണ്ടില്ലേ, വെല്ലം ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കണം. പിന്നെ നമ്മൾ അരിയൊക്കെ പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ പോയിട്ട്, അപ്പം നമ്മൾ വൈകിട്ടാണ് പ്രസാദമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ തുടങ്ങി. പച്ചരിയൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് പോയിട്ട് ഞാനും ജനുവും കൂടിയിട്ട് പോയി പൊടിച്ചിട്ട് വന്നു. പിന്നെ നമുക്കിവിടെ എന്ത് ചെയ്യണമെങ്കിലും ഇവിടെ സിയ, മിന്നു എല്ലാവരും ഉണ്ട് കേട്ടോ. പിള്ളേരൊക്കെ എനിക്ക് എപ്പോഴും എല്ലാത്തിനും കൂടെ ഉണ്ടാവും. അപ്പോൾ അവർ ഓരോരോന്ന് എനിക്ക് ചെയ്തും തരും, കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ചുക്ക്, കുരുമുളക്, ഏലക്കായൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ അതിലേക്ക് ശർക്കര പാനിയിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ അതൊക്കെ ഏലക്കായ്ക്ക് നന്നായി പൊടിച്ചെടുത്തിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്, എനിക്ക് അത്രയ്ക്ക് അറിയൊന്നുമില്ല, എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. പിന്നെ നമ്മുടെ അവിടെ മുണ്ടൂരൊക്കെ ഞാൻ ചെറുതാകുമ്പോഴൊക്കെ അവിടെയൊക്കെ വേലയും പൂരം കുമ്മാട്ടി അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ശേഷമാണ് നമ്മൾ പൊങ്കലൊക്കെ ആദ്യമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം പൊങ്കലും അമ്മയ്ക്ക് വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നാളെ പൊങ്കലൊക്കെ വെക്കുന്നത് അമ്മയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ പച്ചമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ പച്ചമാവിലിടും, കാരണം അത് തനിച്ചങ്ങോട്ട് ഇട്ട് വെച്ചാൽ അത് കൂടുതലിരിക്കുമ്പോൾ, പ്രസാദം കൂടുതൽ ദിവസം ഇരിക്കുമ്പോൾ കേടുവരും. അതുകൊണ്ടാണ് നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുന്നത്. എന്നിട്ട് ഉരുക്കിയ വെള്ളത്തിലേക്ക് അത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പച്ചമാവ് ഉണ്ടാക്കണം. പച്ചമാവ് പറയുന്നത് എന്താണെന്നറിയോ? അപ്പോഴേക്കും ചെയ്യാൻ മുറ്റോടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, അതിൻ്റെ ഇടയിൽ അത് പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ പച്ചമാവ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ അരിയില്ലേ, പച്ചരി നന്നായി കഴുകിയിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് വരും കേട്ടോ. ആ മാവ് കൊണ്ട് തന്നെ ഉണ്ടാക്കണം, അത് വേവിക്കൊന്നും നമ്മൾ ചെയ്യില്ല. അപ്പോൾ അതുണ്ടല്ലേ, ആ മാവ് കുറച്ചെടുത്തു, കുറച്ചിട്ടായിട്ടാണ് ഞാൻ എടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ വെള്ളം ഉരുക്കിയതിൽ ഒരു ഇത്തിരി നല്ല ചൂടോടെ തന്നെ വേണം, എന്നാലേ ഇങ്ങനെ കട്ടിയായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ വരില്ലല്ലോ, മിക്സ് ആവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളം അതിലേക്ക് ഇത്തിരി ചൂടോടെ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഓരോന്ന് ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കി, കാരണം നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊടുത്ത് വിടണം. മുണ്ടൂരൊന്നും അവിടെയൊന്നും ഇതില്ലാത്തതുകൊണ്ട് അവിടെ അമ്മായിമാർക്കും എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന രീതിയിലാണ്. ഓരോരുത്തരൊക്കെ നല്ല വൃത്തിയായിട്ട് എന്നെക്കാട്ടിലും ഭംഗിയിലൊക്കെ ഉണ്ടാക്കുക, എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ ഓരോ ഷേപ്പിലൊക്കെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ആദ്യം 2 എണ്ണം നമ്മൾ പൂജയ്ക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വാഴയിലേക്ക് വലിച്ചുകൊണ്ടുവന്ന് ഒരു താളത്തിലൊക്കെ വെച്ചു. അപ്പോൾ ഒരു ചെറുതും കുറച്ച് വലുതും, അപ്പോൾ ചെറുത് നമ്മൾ അമ്പലത്തിലേക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിനൊക്കെ അലങ്കരിച്ച് വൃത്തിയാക്കി എണ്ണയൊക്കെ തീവിളക്കൊക്കെ വെച്ച്, ഇനി അതിൽ നമ്മൾ ഒക്കെ സെറ്റ് ചെയ്ത് പൂവൊക്കെ വെച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ ഞാനും പോയി റെഡി ആവണം, കാരണം ഒരു 8:30 നമ്മുടെ ഇവിടെ കൊട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ അതിനോടൊപ്പം ഈ താലമൊക്കെ പിടിച്ചിട്ട് എല്ലാവരും പൂട്ടാ. എല്ലാങ്ങളൊക്കെ നമ്മൾ പിള്ളേരെ കുട്ടികളൊക്കെ എന്നിട്ട് ഇതെടുക്കുക. ഇപ്രാവശ്യം എന്താണെന്നറിയോ, തമ്പോലം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇവർ ഡാൻസൊക്കെ കളിച്ചിട്ട് അത്ര വരിക. അപ്പോൾ ഞാനാണ് താലമൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഞാൻ റെഡിയായി, കണ്ടില്ലേ, നമ്മൾ എല്ലാവരും ഉണ്ട്. കൂടുതൽ തിരക്കില്ലാത്ത എന്താണെന്നറിയോ, കുട്ടികളൊക്കെ ആ കൊട്ടിൻ്റെ കൂടെ ഡാൻസൊക്കെ കളിച്ചിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലാണ്, കാരണം ഇത് പൂജ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ അവിടെ എത്തി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ താഴെ വെച്ചു. ഇപ്പോൾ പൂജയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു, ഒരു ചെറിയൊരു അമ്പലത്തിൽ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് അവിടെ പടക്കമൊക്കെ പൊട്ടിച്ചുവിട്ട്, കണ്ടില്ലേ, നല്ല രസമില്ലേ. പിന്നെ നമ്മളിത് അവിടെ നിന്ന് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നതാ ചേച്ചിമാരും എല്ലാവരും നമുക്ക് തരും. നമ്മൾ കുറേ ദൂരം നടക്കണം കേട്ടോ, അപ്പോൾ അതൊക്കെ പിടിച്ച് വരികയല്ലേ. അപ്പോൾ വെള്ളമൊക്കെ ദാഹിക്കും പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് അറിയാം ഞാൻ വീഡിയോ എടുക്കുന്നത്. ചേച്ചി നല്ല സപ്പോർട്ടാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വെള്ളം കുടിച്ചത് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ട്, അവിടെ നിന്ന് കുറേ ദൂരം നടന്ന് അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ് നമ്മുടെ അമ്പലം. അപ്പോൾ അത് ഫ്രണ്ടിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ആ കൊട്ടാണെങ്കിൽ വരുന്നേ ഉള്ളൂ തമ്പോലം. ആ കൊട്ട് വരുമ്പോഴേക്കും ഈ അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്രസാദത്തിൻ്റെ അത് കഴിഞ്ഞ് ഞങ്ങളും ഈ ഡാൻസിലൊക്കെ അങ്ങനെ പങ്കുചേർന്നു. അപ്പം നമ്മുടെ കുട്ടികൾ ഇതിലില്ല വീഡിയോയിൽ. എന്താണെന്നറിയാം, ഒരു നല്ല തിരക്കുണ്ടായിരുന്നു, ഫ്രണ്ടിലാണ്. അതുകൊണ്ടാണ് ഈ ഡാൻസ് കളിക്കുമ്പോഴൊന്നും അവരില്ലാത്തത്. അവരെനിക്ക് വീഡിയോ എടുത്തു തരാനോ അവരുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഓരോരുത്തരൊക്കെ കൊടുത്തൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു, കാരണം ഞാൻ താലവും പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും വിട്ടൊന്നും കൊടുത്തില്ല കേട്ടോ. ഞാനും കുറച്ച് ഡാൻസൊക്കെ കളിച്ച്, കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് വർഷത്തിൽ ഒരിക്കൽ വരുമ്പോൾ ഒരു എൻജോയ്മെൻറ്റ് തന്നെയാണ്. എല്ലാ വർഷവും ഇതുപോലെ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളത് ആഘോഷമൊക്കെ കഴിഞ്ഞു, പടക്കമൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞ് ഞാനും ഏട്ടനും കുട്ടികളെല്ലാവരും കൂടി തിരിച്ചു വന്നു കേട്ടോ. പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു, വരുമ്പോൾ അത്രയൊന്നും ഇല്ല അല്ലേ. കുറേ സമയമായിട്ട് അവിടെ 12 മണിയൊക്കെ ആയി എല്ലാം കഴിയുമ്പോൾ.